നമ്മളിപ്പോൾ ഡെയിലി കേൾക്കുന്ന ഒരു വാക്കാണ് നിയന്ത്രണം. നിയന്ത്രണം എന്ന്. എന്താണ് നിയന്ത്രണം? ആരെയാണ് നിയന്ത്രിക്കേണ്ടത്? നമ്മൾ നമ്മളെ തന്നെയാണ് നിയന്ത്രിക്കേണ്ടത്. മറ്റൊരാളുടെ മോട്ടിവേഷൻ കൊണ്ട് ചെയ്യേണ്ടതല്ല നിയന്ത്രണം. നമ്മുടെ സ്വന്തം ഡിസിഷനിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിയന്ത്രണം. അത് സോഷ്യൽ ലൈഫിലായാലും നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും എങ്കിലേ അത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്യും. അല്ലാതെ ചെയ്യുന്നതല്ല വെറും പ്രഹസനമായിരിക്കും. ഇനി സ്പോക്കൺ ഹിന്ദിയിൽ എങ്ങനെയാ നിയന്ത്രണം എന്ന വേർഡ് ഉപയോഗിക്കേണ്ടത് നമുക്കറിയണ്ടേ? വെൽക്കം ബാക്ക് ടു അന്നപൂർണ സിമ്പിൾ ഹിന്ദി. ഇനി ഇവിടെ പ എന്ന കോമൺ വെർബ് സംയുക്ത ക്രിയയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പ എന്നാൽ നിയന്ത്രിക്കുക. അതെങ്ങനെയാണ് സ്പോക്കൺ ഹിന്ദിയിൽ നമ്മൾ പ്രയോഗിക്കുന്നത് നോക്കാം നമുക്ക്. പ ഈസ് യൂസ്ഡ് വിത്ത് ദ വെർബ് റൂട്ട്. അന്ന് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രണ്ട് വെർബ് റൂട്ടുകൾ ചേർന്നതാണ് സംയുക്ത കോമ്പൗണ്ട് വെർബ്. കൂടുതൽ എക്സാമ്പിൾസും പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ബാക്കിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ എന്നാൽ നിയന്ത്രിക്കുക. അത് ചേർത്ത് എങ്ങനെ പറയേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പൊ ഞങ്ങൾക്ക് കള്ളനെ പിടിക്കാൻ കിട്ടിയില്ല. ഹം ചോർക്കോ പകഡ് നെഹിം പായി. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾക്ക് കള്ളനെ പിടിക്കാൻ കിട്ടിയില്ല. അവിടെ എങ്ങനെയാണ് നിയന്ത്രണം എന്ന് വരുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നിയന്ത്രണം എന്ന അർത്ഥത്തോടെയല്ല അത് അവിടെ വരുന്നത്. അതിനൊരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾക്ക് കള്ളനെ പിടിക്കാൻ കിട്ടിയില്ല, എന്തോ ഒരു കാരണമുണ്ട് അതിന് കിട്ടാത്തതിന്, അല്ലേ? അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ എന്ന് പറയുമ്പോൾ? അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് പാ യൂസ് ചെയ്യുന്നത്. മേം കുച്ച് നഹിം കർ പായി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, എന്തോ ഒരു കാരണമുണ്ട്, അല്ലെ? ചെയ്യാൻ പറ്റാഞ്ഞതിന് എന്തോ ഒരു കാരണം കൊണ്ടാണ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പൊ അവിടെ ഒരു നിയന്ത്രണം ഫീൽ ചെയ്യുന്നില്ലേ? മേരെ സാത്ത് വ നഹിം ദൗഡ് പായി. മേരെ സാത്ത് വ നഹിം ദൗഡ് പായി. എന്നെ ഒപ്പം ഓടാൻ അവന് കഴിഞ്ഞില്ല. അവൻ എന്തോ ഒരു കാര്യം ഉണ്ടായതുകൊണ്ടാണ് ഓടാൻ കഴിയാഞ്ഞത്, അല്ലെ? അല്ലെങ്കിൽ അവന് ഓടാൻ കഴിയുമായിരുന്നു, ഇല്ലേ? അവിടെ ഒരു നിയന്ത്രണം ഫീൽ ചെയ്യുന്നില്ലേ നമുക്ക്? അങ്ങനെ വരുന്ന സന്ദർഭത്തിലാണ് പായ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടതെന്നറിയോ? നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന വേർഡ് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇവിടെ പായോ വേണ്ടത്, അല്ല സക്കോ വേണ്ടത്, ചുക്കോ വേണ്ടത് എന്നൊക്കെ ചിന്തിക്കും, ലെഗോ വേണ്ടത് ഒക്കെ ചിന്തിക്കും. അപ്പോ അങ്ങനെയുള്ള ഒരു നിയന്ത്രണം ഫീൽ ചെയ്യുന്ന ഒരു സന്ദർഭങ്ങളിൽ അത് പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നഹിം സക്തി എന്നൊക്കെ നമ്മൾ സക്കിന്റെ പ്രയോഗങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ? സാധിക്കില്ല എന്നല്ലേ നഹിം സക്തി എന്നൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ സക്കിന് പകരം നമ്മൾ സക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോ ചില സന്ദർഭങ്ങളിൽ നമ്മൾ സാധിക്കില്ല എന്ന സന്ദർഭങ്ങളിൽ സക്ക് യൂസ് ചെയ്യും, നഹിം സക്തി എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പായ യൂസ് ചെയ്യാം. അത് സംസാരിക്കുമ്പോൾ ഓൾറെഡി നമ്മളെ ഡെയിലി ഉള്ള പ്രാക്ടീസ് കൊണ്ട് ചെയ്യേണ്ട കാര്യമാണത്. വെറുതെ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും അവിടെ പായ യൂസ് ചെയ്യണം. അപ്പൊ പായ എന്താ അതിന്റെ മീനിങ് ചിന്തിക്കേണ്ട. അപ്പൊ ഒരു നിയന്ത്രണം എന്ന അതിന് വേർഡ് നോക്കുമ്പോൾ നിയന്ത്രണം എന്ന് വലിയ വേർഡ്, നിയന്ത്രണം എന്നുള്ള വേർഡ് ഇവിടെ വരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാ പായ യൂസ് ചെയ്യുക? അങ്ങനെ ചിന്തിക്കേണ്ട. അവിടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അത് പറ്റാതെ ഒരു സന്ദർഭത്തിൽ വരുമ്പോൾ എന്തോ ഒരു കാരണം കൊണ്ട് ഒക്കെ ഇല്ല ഉണ്ടല്ലോ, നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു കാരണം കൊണ്ടാണല്ലേ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പായ യൂസ് ചെയ്യാം. അതിന് എങ്ങനെ അപ്പൊ അത് യൂസ് ചെയ്യാൻ കിട്ടുന്നതായിരിക്കും നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നും സംസാരിക്കുമ്പോൾ പല വേർഡ്സും ഉണ്ടാവും, അങ്ങനെ അത് സംസാരിക്കുക. അപ്പൊ എന്ന് പറഞ്ഞാല് അതിൽ സക്ക്, ചുക്ക്, ലെഗ് ഒക്കെ വരും. അപ്പൊ അതിനനുയോജ്യമായ രീതിയിൽ പറഞ്ഞ് ശീലിക്കുക. ഇനി അടുത്ത പ്രയോഗം ജായുടെയാണ്. വേർപെട്ടു പോയ ഒരവസ്ഥ അല്ലെങ്കിൽ പൂർത്തിയായ ഒരവസ്ഥ, ഇവിടെയാണ് നമ്മൾ ജാ എന്ന് പ്രയോഗിക്കുന്നത്. എക്സ്പ്രസസ് ഫൈനാലിറ്റി, എന്തോ നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ അല്ലെങ്കിൽ പൂർത്തിയായ ഒരവസ്ഥ, അതിനാണ് നമ്മൾ ജാ യൂസ് ചെയ്യുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. മർജാന മരിച്ചുപോയി, മർജാന. ഗോജാന നഷ്ടപ്പെട്ടു പോവുക. രാം കാ ബായി ഗർമേം ബാഗ്ജാന. രാമന്റെ സഹോദരൻ വീട്ടിൽ നിന്നും ഓടിപ്പോയി. ഉസ്കി മാ മർ ഗയി. അവന്റെ അമ്മ മരിച്ചുപോയി. അതൊക്കെ എന്താ? തിരിച്ചു വരില്ല. മരിച്ചുപോയി എന്നതോ അവൻ വീട്ടിൽ നിന്ന് ഓടിപ്പോയി എന്നതോ അതൊന്നും വരാൻ സാധ്യതയുള്ളതല്ല. വഹ് പഠിത്തേ സമയം സോ ജാത.
वह पढ़ते समय सो जाता है. പഠിക്കുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി, അവിടെ തന്നെ ഉറങ്ങിപ്പോയി, പിന്നെ രാവിലെയാണ് എഴുന്നേക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യാനാ, അത് കഴിഞ്ഞില്ലേ? അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ജ യൂസ് ചെയ്യാം. മനസ്സിലായോ എങ്ങനെയെന്ന്? ഒന്ന് സംഭവം കഴിഞ്ഞു, അത് ഫൈനലായി, ഇനിയിപ്പം അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും ചിലതൊക്കെ പറയുമ്പോൾ. അങ്ങനെയുള്ളടത്ത് നിങ്ങൾ ജ പ്രയോഗിച്ചു. ഇപ്പൊ പ എങ്ങനെ പ്രയോഗിക്കേണ്ടത് മനസ്സിലായി, ജ എങ്ങനെ പ്രയോഗിക്കേണ്ടത് മനസ്സിലായി. ഇന്ന് തന്നെ ഇത് പ്രയോഗിച്ച് നോക്കണം കേട്ടോ, എന്നിട്ട് കമന്റ് ചെയ്യണം. അപ്പൊ നിയന്ത്രിക്കുക എന്നുള്ളൊരു അർത്ഥം വരുന്നിടത്ത് പ യൂസ് ചെയ്യുക. ഫൈനലായി, കഴിഞ്ഞു പോയി എന്ന കാര്യത്തിന്, അതിനി തിരിച്ചു വരില്ല എന്ന രീതിയിലുള്ളതിന് ജ യൂസ് ചെയ്യും. ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഉടനെ, ഈ വീഡിയോ കണ്ട ഉടനെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. ചെയ്തൂടെ? ചെയ്യാൻ പറ്റുന്നതല്ലേ? ചെയ്യണം, പറ്റും. आज हम समाप्त हुई. अलविदा.